ഇന്ന് നമുക്ക് ഒരു കുഞ്ഞ് ലവ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ചെറിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് നമ്മൾ ഒരു ഹണി ആൽമണ്ടിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു മിനി കേക്കായിരുന്നു. അപ്പോൾ ഈ കപ്പിൾസിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് കേക്ക് സെറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. നമ്മൾ ഓക്കെ സെറ്റ് ചെയ്ത് തരാമല്ലോ. റെഫറൻസ് നമ്മൾ അയച്ചു കൊടുത്തായിരുന്നു. അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് നമ്മളൊരു ക്യൂട്ടായിട്ട് ഒരു ചെറിയൊരു ഹാർട്ട് വെച്ചിട്ട് റൈറ്റിംഗ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഡെലിവറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വരുമ്പം നാളേക്കുള്ള വർക്കിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളുടെ സ്മാഷ് പരിപാടിക്കാണ്. ഓക്കെ, വീട്ടിനടുത്തേക്ക് തന്നെയായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പോൾ സ്ട്രോബെറിക്കൊക്കെ എന്താ റേറ്റ് എന്നറിയോ? ഞാനത് എണ്ണിയതായിരുന്നു വെറുതെ എത്ര എണ്ണം ഉണ്ട് എന്നറിയാനേ. അപ്പം ഞാൻ എടുത്തിട്ട കണ്ടില്ലേ, നിങ്ങളതിന് കുത്തറിന് എണ്ണിക്കോളി. സോ 130 രൂപയാണ്. 80 രൂപയ്ക്ക് വാങ്ങിയ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ, ആവശ്യങ്ങൾ കസ്റ്റമറുടെ ആയിപ്പോയി. അങ്ങനെ അവർ അയച്ചു തന്ന ഫോട്ടോയിൽ എനിക്കൊരു തെറ്റ് പറ്റി എന്താണെന്ന് വെച്ചാൽ കളറായിരുന്നു കേട്ടോ. കേക്കിൻ്റെ കളറ് ഓഫ് വൈറ്റ് ആയിരുന്നു അതിലുള്ള. അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഓഫ് വൈറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവുമായിരുന്നു കേക്കിന് എന്ന് തോന്നി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമൻറ്റ് ചെയ്യൂ. അപ്പോൾ കേക്ക് നമ്മളൊരു 1/2 kg ടോളാക്കി ചെയ്തായിരുന്നു. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് കുറച്ച് സ്ട്രോബെറി ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു കേക്കായിരുന്നേ. അപ്പോൾ അതിലുള്ള ചെറിയ പുല്ലും ഒക്കെ ഉണ്ടല്ലോ, അത് ഞാൻ പിന്നെ നമ്മളെ സ്ട്രോബെറിയിലുള്ള ആ ഒരു ലീഫില്ലേ, അതൊക്കെ വെച്ച് നമ്മൾ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. കേക്കിൽ യൂസ് ചെയ്ത ബാക്കി സ്ട്രോബെറി പീസസ് കാര്യങ്ങളൊക്കെ ഞാൻ അതേപടി കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് നമുക്കതിൻ്റെ യൂസ് ഇല്ല, അതുകൊണ്ട് എന്തിനാ വെറുതെ. അപ്പോൾ പിന്നെ അവർക്ക് കൊടുത്തു. അപ്പോൾ കേക്ക് വാങ്ങാൻ ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിളിക്കണമെന്ന്. ആൾ വിളിച്ചില്ല, അതാ കുത്തിരിക്കുന്ന കണ്ടില്ലേ. പിന്നെ അവരുടെ വൈഫ് വിളിച്ച് പറഞ്ഞു കേക്കിൻ്റെ കൂടെ ആ സ്റ്റാൻഡും കൂടെ കൊടുക്കുമെന്ന്. പിന്നെ നാളെ വേറെ വർക്കൊന്നുമില്ല. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ആയതുകൊണ്ട് മാത്രം ഞാൻ കൊടുത്ത് വിട്ടു. അപ്പോൾ പിന്നെ അവർ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ എന്ന്. പിന്നെ പിറ്റേന്ന് തന്നെ അവർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ 2 കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യട്ടോ. സജഷൻസൊക്കെ പോരട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ പാർக்கலாம். അപ്പോൾ ഓക്കെ, ബൈ.